ഹായ് ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. കുറേ പേര് എൻ്റെ ഇൻസ്റ്റഗ്രാമിലൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് എണീറ്റപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു പണി കിട്ടിക്കൊണ്ടാണ് ഞാൻ എണീറ്റത്. വേറൊന്നുമല്ല, എനിക്ക് പീരീഡ്സ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒട്ടും വയ്യായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങാൻ നേരം ആയപ്പോഴത്തേനും വേറൊരു പണി കിട്ടി കേട്ടോ. മഴയായതുകൊണ്ട് ഓട്ടോ വരാൻ ലേറ്റ് ആവുമെന്ന് പറഞ്ഞു. ഓട്ടോ വിളിച്ച് പോകുമെന്ന് കരുതി ഞാനും അനിയത്തിയും കൂടെ പോകാൻ വേണ്ടിയിരുന്നേ. അപ്പോൾ ഭയങ്കര മഴ. അപ്പോൾ വണ്ടി വരാൻ ലേറ്റ് ആവുമെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് നേരം ഞങ്ങളങ്ങനെ കാത്തിരുന്നു കേട്ടോ. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഈ വെയിറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. നമ്മൾ ഒരുങ്ങി എല്ലാം സെറ്റായിട്ട് നിന്നിട്ട് വെയിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര പോസ്റ്റ് ആക്കിപ്പിക്കുന്ന ഒരു കാര്യമല്ലേ. അപ്പോൾ അങ്ങനെ പിന്നെ വെയിറ്റ് ചെയ്യാതെ പറ്റില്ലല്ലോ. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തു. പിന്നെ അങ്ങനെ വണ്ടി വന്നു. ഇറങ്ങാൻ നേരമാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്, എൻ്റെ റോസയിൽ ഒരു പൂ ഇങ്ങനെ മഴയൊക്കെ പെയ്ത് തല്ലിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് ഞങ്ങൾ സാധനങ്ങളൊന്നും മേടിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ തിരിച്ചു വന്നു. ഇത് ഞാൻ ഓൾറെഡി നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ച ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. അങ്ങനെ തിരിച്ചു വന്നിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു. നാൽപ്പാമരാതി തൈലം തേച്ചിട്ടാട്ടോ ഞാൻ കുളിക്കുന്നത്. അപ്പോൾ ഈ ഓയിലിനെ പറ്റിയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ ഞാൻ ചെയ്യാം കേട്ടോ. പിന്നെ ഇതെൻ്റെ തലയിൽ തേക്കുന്ന എണ്ണയാണ്. അതും തണുപ്പ് കാരണം ഇങ്ങനെ കട്ടയായിട്ടിരിക്കും. ഇത് ഞാൻ വീട്ടിൽ തന്നെ കാച്ചുന്ന എണ്ണയാട്ടോ. നമ്മൾ കുളിക്കുന്നതിന് മുന്നേ നമ്മൾ കുളിക്കുന്നതിന് മുന്നേ ഞാൻ റൈസൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വയ്യാത്തതുകൊണ്ട് എൻ്റെ അനിയത്തി അവൾ ചിക്കൻ കറിയൊക്കെ വെച്ചോളെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ റൈസ് സെറ്റാക്കി. കുളിക്കാനുള്ള വെള്ളം ഇതേവിടെ ചൂടാകുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുളിച്ചിട്ട് വരാം. അങ്ങനെ ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നു. കുളി കഴിഞ്ഞുള്ള ആശ്വാസത്തെ പറ്റി പറയാൻ വാക്കുകളില്ല ഗൈസ്. അങ്ങനെ ഞാൻ കുളിച്ചു. നല്ലൊരു കുളി അങ്ങ് പാസ്സാക്കി. മഴയാണെങ്കിലും വെയിലാണെങ്കിലും കുളിക്കാതിരിക്കാൻ എനിക്ക് പറ്റേയില്ല. തല നനയ്ക്കാതിരിക്കാനും പറ്റില്ല. ചിലർക്ക് എന്നും തല നനയ്ക്കുന്നത് ഇറിറ്റേഷനായിരിക്കും. ഓരോരുത്തർക്കും ഓരോ രീതിയല്ലേ. ചിലർക്കത് കുഴപ്പമില്ല. പിന്നെ ഞാൻ ആദ്യം ചെയ്യുന്നത്, കുളി കഴിഞ്ഞ് വന്നാൽ ഞാൻ ആദ്യം ചെയ്യുന്ന കാര്യം രാസ്നാദി ഇടും. കാര്യം എനിക്ക് അലർജിയുടെ ബുദ്ധിമുട്ടുകളുള്ളതുകൊണ്ട് എനിക്ക് രാസ്നാദി ഇടാതിരിക്കാൻ പറ്റില്ല. ആസ്മയുടെ വിഷയങ്ങളും കാര്യങ്ങളുണ്ട്, ശ്വാസം മുട്ടൽ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിടാതിരിക്കാൻ പറ്റില്ല. ഈ രാസ്നാദി ഇടുക എന്നുള്ളൊരു ശീലം കുഞ്ഞിലെ തൊട്ടേ അമ്മ പഠിപ്പിച്ചൊരു ശീലം കേട്ടോ. ഞാൻ കുഞ്ഞായിരിക്കുന്ന സമയം തൊട്ടേ അമ്മ ഇങ്ങനെ രാസ്നാദിയൊക്കെ ഇടുകയും ഒക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ഞാൻ വളരുന്ന സമയത്ത് ഞാനും അതങ്ങ് ഫോളോ ചെയ്തു. ഇപ്പോഴും ഞാൻ ഇത്രയും വർഷം ജീവിച്ചിട്ടും എനിക്കിപ്പോഴും അതൊരു ശീലമായിട്ട് ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. അതില്ലാതെ എനിക്ക് പറ്റാണ്ടായി. നമ്മുടെ ഹാബിറ്റ് അങ്ങനെ നമുക്ക് നല്ല നല്ല ഹാബിറ്റ്സുകൾ അങ്ങനെ വളർത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ നല്ലൊരു ഹാബിറ്റിലൊന്നാണ് ഈ രാസ്നാദി ഇടുക എന്നുള്ള കാര്യം. ഹെൽത്ത് വൈസ് അതെനിക്കത് നല്ലതായതുകൊണ്ട് ഞാനത് നല്ല രീതിക്ക് ഫോളോ ചെയ്യാറുണ്ട്. നെഞ്ചിലെ ചൂട് മാത്രം മദീനിക്ക് കല്ലായി കടകത്തെ. അങ്ങനെ കുളി കഴിഞ്ഞുള്ള എല്ലാ പരിപാടികളും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി ഫുഡ് കഴിക്കണം. രാവിലെ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് പുറത്ത് പോയതൊക്കെ. അപ്പോൾ ഇനി നമുക്ക് ഉച്ചക്കത്തേന് നെയ്ച്ചോറ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേ കുടിബേബി കുറേ നേരം പിന്നെ എൻ്റെ കൂടെ വന്നു. നേരത്തേനും കുറച്ച് വെയിലൊക്കെ വന്നു കേട്ടോ. അങ്ങനെ ഞാനും കുടിബേബിയും കൂടെ കുറച്ച് നേരം അങ്ങനെ ഇരുന്നു. പിന്നെ ഞാൻ വെളിയിലൊക്കെ ഒന്ന് പോയി നോക്കി മഴയൊക്കെ, എൻ്റെ ചെടിയൊക്കെ ഞാൻ നന്നായിട്ട് സംരക്ഷിക്കുന്ന ആളാട്ടോ. അപ്പം ഞാൻ ഇതിനു മുന്നേ ചെടി നടുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ, എല്ലാവരും കയറി കാണണേ. അങ്ങനെ ഞാൻ മുറ്റത്തൊക്കെ ഇറങ്ങി നോക്കി. അപ്പം നമ്മുടെ മുറ്റത്ത് തൊട്ട് ഫ്രണ്ടിലായിട്ട് റബ്ബർ തോട്ടമാണ്. അപ്പോൾ നല്ല കൊതുകും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. കൊതുകിൻ്റെ ശല്യം നന്നായിട്ടുണ്ട്. പിന്നെ നമ്മളതിന് വേണ്ടിയിട്ട് പുകയ്ക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാറൊക്കെയുണ്ട്. അപ്പം ഞാൻ എൻ്റെ ചെടിയും കാര്യങ്ങളൊക്കെ നോക്കി. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. എറിച്ചിലൊക്കെ അടിക്കും. പിന്നെ പൂവൊക്കെ ഉണ്ടെങ്കിൽ അത് ഒരുമാതിരി തല്ലിപ്പോവും. ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, കാറ്റൊക്കെ അടിക്കുമ്പോൾ. അങ്ങനെ പിന്നെ കുറേ നേരം സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരുന്നു. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു.
ഇതൊക്കെ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മെയിനായിട്ടുള്ള ഒരു കാര്യം ഇളകിയത്. വേറൊന്നുമല്ല, ക്രേവിങ്സ് ആണ്. അപ്പം ഞങ്ങൾ പുറത്ത് പോയപ്പോൾ കുറച്ച് ചോക്ലേറ്റ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ അതെടുത്ത് കഴിച്ചു. അപ്പം ഞാനത് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് അതിനേക്കാൾ വലിയൊരു കാര്യം ബേബിക്കും അത് വേണം. അവന് ചോക്ലേറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ പെറ്റ്സിന് നമ്മളധികം ചോക്ലേറ്റ് കൊടുക്കാൻ പാടില്ല. അത് വൈറ്റ് ചോക്ലേറ്റ് ആണെങ്കിലും ഡാർക്ക് ചോക്ലേറ്റ് ആണെങ്കിലും പെറ്റ്സിന് അങ്ങനെ കൊടുക്കാൻ പാടില്ല. പക്ഷേ കുറച്ചൊക്കെ വല്ലപ്പോഴും കൊടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ അവനും കുറച്ച് കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നെയ്ച്ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് വീണ്ടും വിശന്നപ്പോൾ ഞാൻ കുറച്ച് ചോറും കൂടെ എടുത്ത് കഴിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ ഫുഡൊക്കെ എടുത്തു, അത് കഴിച്ചു. പിന്നെ കുറച്ച് നേരം ടി വി കണ്ടിട്ട് എന്നാൽ കുറച്ച് നേരം കിടക്കാമെന്ന് വിചാരിച്ചേ. കാര്യം പെയിനും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ടി വി കാണാൻ വേണ്ടിയിട്ടിരുന്നു. അന്നേരമാണ് ഓർത്തെ പുറത്ത് പോയ സമയത്ത് ഒരു ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഒരു കോൺ ടോപ്പ്. അപ്പം എന്നാൽ അത് കഴിക്കാമെന്ന് വിചാരിച്ചു. ക്രേവിങ്സ് വരുമ്പോൾ നമുക്ക് പീരിയഡ്സിൻ്റെ സമയത്ത് ക്രേവിങ്സ് വരുമ്പോൾ അറിയാമല്ലോ. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ടായിരുന്നു. അതിനതൊക്കെ കഴുകി വെച്ചിട്ട് ഞാനൊന്ന് കയറി കിടന്നു. നന്നായിട്ടൊന്ന് ഉറങ്ങി. എണീറ്റിട്ടുള്ള ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. എണീറ്റ ഉടനെ തന്നെ ഒരു കാപ്പി കുടിക്കാമെന്ന് വിചാരിച്ചു. സാധാരണ ഞാൻ ചായയാണ് കുടിക്കാറ്, പക്ഷെ ഇന്നെന്തോ കാപ്പി കുടിക്കാൻ വേണ്ടി തോന്നി. അങ്ങനെ കാപ്പിയൊക്കെ ഉണ്ടാക്കി അതും കുടിച്ചു. ബേബി ഉണ്ട് കേട്ടോ, എപ്പോഴും ഉണ്ട്. നമ്മുടെ എന്ത് കാര്യത്തിനും കൂടെ ഉണ്ട്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ രാത്രിയിലത്തെ വീഡിയോ കേട്ടോ എടുക്കുന്നത്. രാത്രിയിലത്തെ ഡിന്നറിന് ബീൻസ് മെഴുക്കുവരട്ടി, അച്ചാറും ചിക്കൻ കറിയായിരുന്നു. അതൊക്കെ ഞാൻ കഴിച്ചു. നേരത്തെ ഫുഡ് കഴിച്ച കാര്യം എനിക്ക് നേരത്തെ കിടക്കാൻ ഞാൻ ഭയങ്കര ക്ഷീണിച്ചായിരുന്നു. ഈ സമയത്ത് അങ്ങനെയാണല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം പിന്നെ ഞങ്ങൾ ടി വി ഒക്കെ കണ്ടിരുന്നു. പിന്നെ എനിക്ക് ഹോട്ട് ബാഗ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുപ്പിയിൽ ഇങ്ങനെ ചൂടുവെള്ളം എടുത്തിട്ട് ആ കുപ്പി തുണിയിൽ ഇങ്ങനെ റാപ്പ് ചെയ്തിട്ട് ഞാനിങ്ങനെ വയറിൽ വെച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ നല്ലൊരു ആശ്വാസം കിട്ടുമേ. അപ്പോൾ ഹോട്ട് ബാഗ് ഇല്ലാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും കേട്ടോ. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ എല്ലാവർക്കും ബൈ.